എന്റെ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം കരയിട്ടുന്നു. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഞാൻ അതികഠിനമായ ഒരു രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. എന്റെ സാക്ഷ്യവുമായിട്ട് അനേക വ്യക്തികൾ അനേക സ്ഥലങ്ങളിലിരുന്ന് ലോകമെമ്പാടും എന്നെ നേരിട്ട് അറിയുന്നവരും അല്ലാത്തവരും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഒരു പ്രാർത്ഥനയുടെ ഒരു കോട്ട തന്നെ എനിക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ രോഗമെന്ന് പറയുന്നത് ലിംഫോമ ബീസൽസ് എന്ന രോഗമായിരുന്നു. അത് ഒരു EBV വൈറസിന്റെ പ്രവർത്തനം മൂലം എന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ മൊത്തം ബാധിച്ച ഒരു ക്യാൻസർ ആയിരുന്നു. അത് ആ സമയങ്ങളിലൊക്കെ ഞാൻ അതികഠിനമായ വേദനയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സഹനങ്ങളെല്ലാം സഹിപ്പാൻ ദൈവം തമ്പുരാൻ എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി ജീവിതത്തിലേക്ക് ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ, മെന്റലി നിങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ, വൈദ്യശാസ്ത്രം എന്നെ തള്ളിയപ്പോൾ എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല. ദൈവം വാസ്തവമായ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ എനിക്ക് ഇടയായി. ദൈവത്തിന് സ്തോത്രം. അത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സഹനങ്ങളെല്ലാം സഹിപ്പാനും ദൈവം തമ്പുരാൻ എനിക്കൊരു ശക്തി ആ സമയത്ത് തന്നിരുന്നു. എനിക്ക് ലിംഫോമ ബീസൽസ് മാത്രമായിരുന്നില്ല, എനിക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വളരെയേറെ ഉണ്ടായിരുന്നു. എന്റെ കിഡ്നി ഫെയിലുവർ ആയി, എനിക്ക് ബ്രെയിൻ സർജറി ചെയ്തു, എനിക്ക് പല പ്രാവശ്യം ലങ്സ് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടായി. കൂടാതെ ന്യൂമോണിയ ബാധിച്ചു, ഞാൻ വെന്റിലേറ്ററിലായി. ആ സമയങ്ങളിലൊക്കെ ദൈവം തമ്പുരാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴൊക്കെയും എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം കൊച്ചുമോളും എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ധൈര്യപ്പെടുത്തി എനിക്ക് വേണ്ടുന്ന ആശ്വാസ വാക്കുകളൊക്കെ ആ സമയങ്ങളിലൊക്കെ അവൾ പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ സഹോദരങ്ങൾ, ഇരു കുടുംബങ്ങളിലെ സഹോദരങ്ങൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. സാമ്പത്തികമായും വളരെയേറെ പ്രയാസങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് ആ സമയങ്ങളിൽ ദൈവം തമ്പുരാൻ ഓരോ വ്യക്തികളെ, കൂട്ടായ്മ, അതുപോലെ തന്നെ എന്റെ ഇടവക, അതുപോലെ തന്നെ പല വ്യക്തികളെ ദൈവം തമ്പുരാൻ അതിനുവേണ്ടി എടുത്ത് ഉപയോഗിച്ചു. അവിടെയൊക്കെ ദൈവം തമ്പുരാൻ ഒരു പ്രയാസവും കൂടാതെ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി ദൈവം തമ്പുരാൻ നടത്തി. കൂടാതെ എന്റെ മൂത്ത മകൾ ജൂലി, അത് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾ വഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവം തമ്പുരാൻ എന്നെ നടത്തി യുദ്ധത്തിനായിട്ട് നന്ദി പറയുന്നു. ഞാൻ ആ വെന്റിലേറ്റർ ആയ സമയത്ത് എനിക്കൊന്ന് ചലിക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ആ സമയത്ത്, സംസാരിക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ കൊച്ചുമോളും എന്റെ ഇളയ മകളും വെളിയിൽ നിൽക്കുവാണ്. ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്റെ അടുത്ത് വരുവാനും എന്നോട് അവർ സന്തോഷമായിട്ടാണ് ആ സമയങ്ങളിലൊക്കെ വർത്താനം പറയുന്നത്. ഒരു സങ്കടഭാവം എന്റെ മുന്നിൽ കാണിച്ചിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ട് എന്നോട് വർത്തമാനം പറയുകയും അതുപോലെ തന്നെ അതിനുശേഷം കൊച്ചുമോൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ അതിനുശേഷം എനിക്ക് അല്പാൽപമായിട്ട് അവിടെ നിന്ന് വിടുതലുണ്ടായി. എന്റെ വെന്റിലേറ്റർ മാറ്റി എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്സിജന്റെ സഹായത്തോടെ തന്നെ കുറച്ചു ദിവസം വീണ്ടും അവിടെ തുടരേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് എന്റെ ഓക്സിജൻ മാറ്റി, എന്റെ മൂക്കിലെ ട്യൂബ് മാറ്റി, എനിക്ക് ലിക്വിഡായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ തന്നു. പിന്നെ കുറച്ച് ദിവസം കൂടെ അവിടെ കഴിയേണ്ടി വന്നു. അതിനുശേഷം എന്നെ അവിടെ നിന്ന് 2 പേര് പിടിച്ചാൽ എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം ഒരു 3 പെറ്റ് സ്കാൻ കൂടെ എനിക്ക് എടുത്തു. 3ാമത്തെ പെറ്റ് സ്കാൻ എടുക്കുന്നത് ജൂലൈ 31-നാണ് 2025. ആ പെറ്റ് സ്കാനില് എന്റെ ക്യാൻസർ നെഗറ്റീവായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്യുന്ന ഉപകാരം ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. നമ്മളേവരും ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്
ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എന്റെ ഈ ഓരോ അനുഭവങ്ങളും ഞാൻ ഇവിടെ പറയുമ്പോൾ എന്റെ കൂടെ നിന്ന കൊച്ചുമോള്, അതുപോലെ തന്നെ എന്റെ മക്കള്, എന്റെ പ്രിയ സഹോദരങ്ങള് എല്ലാവരും ഈ അവസ്ഥകളെല്ലാം നേരിട്ട് കണ്ടവരാണ്. അവർക്ക് എല്ലാം ഈ വ്യക്തമായി നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിലുപരിയായിട്ട് എനിക്ക് വേണ്ടി ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സംരക്ഷണ പ്രാർത്ഥനയുടെ ഒരു കോട്ട, ഒരു സംരക്ഷണ വലയം തന്നെ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ നടുവിൽ ഒരു സാക്ഷ്യമായിട്ട് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച് എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്നെ സാമ്പത്തികമായി സഹായിച്ച അനവധി പേരുണ്ട്. അവരെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്തും എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് 2 ഗാനങ്ങൾ പാടുവാനാണ് സജി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർത്താവിന് വേണ്ടി പാടുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ 2 ഗാനങ്ങൾ ഇന്ന് പാടാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിൽ ആദ്യത്തേത് കർത്താവിൽ സന്തോഷം അവനൻ ബലം എന്നുള്ള ഗാനമാണ്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെന്റെ സർവവുമേ, അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ, നിന്നോട് കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ, നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ, നിന്നോട് കൂടെയുണ്ട്. നിന്നീതനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം,
അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവഭൂമി. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവഭൂമി. അടുത്ത പാട്ട് സാജൻ പി മാത്യാച്ചൻ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒഴിവായ പാട്ടിന്റെ വരികളാണ് ഞാൻ ഇവിടെ പാടുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലേ ഈ ചെറുതോണിയേ, തിരമാലേ ഈ ചെറുതോണിയേ, അമരത്തന്നരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമായി. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാൽ, എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാൽ. മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളേ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളേ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലേ ഈ ചെറുതോണിയേ, തിരമാലേ ഈ ചെറുതോണിയേ, അമരത്തന്നരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല.